MMPC 014 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിൽ ഒന്നാണ് മാനേജ്മെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റി പഠിക്കാം. ആദ്യം നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണല്ലോ. ഈ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതായത് നമ്മൾ ഫിക്സഡ് അസറ്റ് പോലെയുള്ള ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാനും പിന്നെ ബിസിനസ്സിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനും എക്സ്പാൻഷനും വേണ്ടിയിട്ടൊക്കെ കുറച്ച് എമൗണ്ട് നമ്മൾ ചിലവഴിക്കും. പിന്നെ കുറച്ച് എമൗണ്ട് നമ്മൾ ഷോർട്ട് ടേം പർപ്പസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. അതായത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക, വർക്കേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുക, വേജസും സാലറിയൊക്കെ കൊടുക്കുക. പിന്നെ ഡേ ടു ഡേ എക്സ്പെൻസസ് ഒക്കെ വരുമ്പോൾ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൈസ മാറ്റി വയ്ക്കും. ഇങ്ങനെ ഡേ ടു ഡേ വർക്കിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന പൈസയാണ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇതെന്താണ്? ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒരു കമ്പനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഡേ ടു ഡേ വർക്കൊക്കെ നടക്കണമല്ലോ. അതുകൊണ്ട് ലോങ് ടേം ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും. ഇനി എന്താണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് നോക്കാം. The operating cycle or working capital cycle is the period of time between the procurement of raw materials or products and their conversion into cash. Raw materials വാങ്ങുന്നത് മുതൽ തുടങ്ങി അതിൻ്റെ ആ റോ മെറ്റീരിയൽസിനെ പ്രൊഡക്റ്റാക്കി മാറ്റി അതിനെ വിറ്റ് കാശാക്കുന്നത് വരെയുള്ള അതിനിടയ്ക്കുള്ള ടൈം പീരീഡിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ അല്ലെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഫിഗർ ഓപ്പറേറ്റിംഗ് സൈക്കിളാണ്. ആദ്യം നമ്മൾ ക്യാഷ് കൊടുത്ത് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, എന്നിട്ട് അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നു. ഈ പ്രൊഡക്ട്സ് എന്ത് ചെയ്യുന്നു? വെയർ ഹൗസിൽ സൂക്ഷിച്ച് വെക്കുന്നു. എന്നിട്ട് അതിനുശേഷം അത് വിൽക്കുന്നു, വിറ്റ് കാശ് കിട്ടുന്നു. അപ്പോൾ ഇതിനെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോൺസെപ്റ്റ്സ് ആണുള്ളത്. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ട് അസറ്റിനെയാണ്. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് കറണ്ട് അസറ്റിൻ്റെയും കറണ്ട് ലയബിലിറ്റിയുടെയും ഡിഫറൻസിനെയാണ്. വർക്കിംഗ് ക്യാപിറ്റലിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഫിക്സഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ്. ഒന്നാമത്തെ നോക്കാം, ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റലിനെ നമുക്ക് റെഗുലർ വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറയാം. ഓപ്പറേറ്റിംഗ് സൈക്കിളിൽ കണ്ടിന്യൂസ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എമൗണ്ട്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എപ്പോഴും ഒരേ രീതിയിലായിരിക്കില്ല ആവശ്യം വരിക. നമ്മൾ എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും പൈസയുടെ ആവശ്യം വരിക. നമ്മൾ കുറച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി. ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു മിനിമം ലെവൽ ഓഫ് കറണ്ട് അസറ്റ് എപ്പോഴും ആവശ്യമാണ്. എപ്പോഴും ഒരു നിശ്ചിത എമൗണ്ട് എപ്പോഴും എന്തായാലും ആവും. ഇങ്ങനെ എപ്പോഴും പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ മിനിമം ലെവൽ കറണ്ട് അസറ്റിനെയാണ് ഫിക്സഡ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള സ്പെഷ്യൽ അഡ്വർടൈസിങ്ങോ ക്യാമ്പയിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഫണ്ട് ചിലവഴിക്കുമല്ലോ. ഇത് ഇങ്ങനെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാപിറ്റലിനെയാണ്, വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫ്ലക്ച്വേറ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റലിനെ വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റൽ, സീസണൽ വർക്കിംഗ് ക്യാപിറ്റൽ, ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ, സ്പെഷ്യൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്നൊക്കെ പറയും.